അതുമല്ല ഒരു വർഷത്തിന് മുൻപേ അവനോട്ട് ചെറിയ പ്രശ്നമുണ്ട്. അവന്റെ അമ്മായി പറഞ്ഞുകൊണ്ട് കിടന്ന് അമ്മയുടെ അടുത്താണ് അവൻ വരാൻ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പോണത് മുകളിൽ താമസിക്കണ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ്. അത് തെളിഞ്ഞ് അവന്റെ ഭാര്യ എന്നെ കണ്ടുപിടിച്ച് അവൾക്ക് ഒരുപാട് അടിയൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്ക് എന്റെ അമ്മ അപരാധം പറഞ്ഞെന്ന് പറഞ്ഞ് ഞാനും എന്റെ ചേട്ടനും എന്റെ അനിയത്തിയും കൂടെ കേസ് കൊടുത്തു. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഈ സർത്തേൽ എന്റെ സർത്തയെ പറ്റിയിട്ടില്ല, ഇന്നും ഒരിക്കും പറ്റിയിട്ടില്ല. അവൾ അങ്ങനെയുള്ള ഒരു ഐക സ്വഭാവം ഈ കൊച്ചുങ്ങളെ ഇത്രയും വളർത്തിയെടുക്കാൻ പറ്റും, ഇത്രയും കൊച്ചുങ്ങളെ വളർത്തിയെടുക്കണം. തിരുവനന്തപുരം വെള്ളരുടെ കൊലപാതകം, പ്രിയമതയുടെ കൊലപാതകം, ഇപ്പോൾ പ്രിയമതയുടെ മകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ മാനസികാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ശരിക്കും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അപ്പോൾ മകൾക്ക് എന്താണ്? എൻ്റെ അമ്മയെ കൊന്നവന് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പിന്നെ അതുമല്ല, അമ്മ 4 ദിവസമായിട്ട് ആ വീട്ടിലുണ്ടായിരുന്നിരിക്കുന്നു. അതിൻ്റെ അകത്ത് ആ പ്രതി എന്ന് പറയുന്ന ആളുടെ അമ്മായിയും ഉണ്ട്. അമ്മായിയും ചോദ്യം ചെയ്യണം. എങ്കിലേ എന്നിട്ട് ഒരു വീട്ടിൻ്റെ അകത്ത് ഒരാൾ 4 ദിവസം ഒരാൾ അടച്ചുവെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ്. അതുകൊണ്ട് ആ പ്രതിയുടെ അമ്മായിയും ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. അതിലെന്തെങ്കിലും ദുരൂഹത കാണും, അതുകൊണ്ട് അവരെയും കൂടെ ചോദ്യം ചെയ്യണം. പിന്നെ അമ്മ എന്നെ ഒരു തെറ്റും ചെയ്യില്ല, പണമിടപാടുകളൊന്നുമില്ല. ഞങ്ങളറിയാതെ ഒരു പണമിടപാടുകളും അമ്മ നടത്തൂല. ഞങ്ങളോട് പറയും, എല്ലാ കാര്യവും ഞങ്ങളോട് പറയും. ഞങ്ങൾ അറിയാതെ ഒന്നും പോകില്ല. എൻ്റെ അണ്ണൻ്റെ അടുത്ത് പറയാതെ ഒരു സ്ഥലത്ത് എൻ്റെ അമ്മ പോണതല്ല. അതുകൊണ്ട് ഇതിനായി തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം പ്രതിക്ക്. ഇല്ല, വിനോദ് എന്ന് പറയുന്ന പേര് പോലും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഇവിടെ കൂടെ വഴി നടക്കുമ്പോൾ അവ എപ്പോഴും കിടന്ന് വഴക്ക് കുറയുമെന്ന്, ചീമച്ചക്ക എന്തോ വീണേന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ നടക്കാൻ താമസിക്കില്ല. അമ്മ ഒരു ദിവസം വഴക്ക് കൊടുത്തേന്, ചീമ മുറിക്കണമെന്ന് പറഞ്ഞ് വഴക്ക് കൊടുത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റൂലെന്ന് ഈ സംഭവം നടക്കുന്ന 4-5 ദിവസത്തിന് മുമ്പേ വഴക്ക് നടന്ന് ചെറുതായിട്ട്. അതുമല്ല ഒരു വർഷത്തിന് മുൻപേ അവനോട്ട് ചെറിയ പ്രശ്നമുണ്ട്. അവന്റെ അമ്മായി പറഞ്ഞുകൊണ്ട് കിടന്ന് അമ്മയുടെ അടുത്താണ് അവൻ വരാൻ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പോണത് മുകളിൽ താമസിക്കണ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ്. അത് തെളിഞ്ഞ് അവന്റെ ഭാര്യ എന്നെ കണ്ടുപിടിച്ച് അവൾക്ക് ഒരുപാട് അടിയൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്ക് എന്റെ അമ്മ അപരാധം പറഞ്ഞെന്ന് പറഞ്ഞ് ഞാനും എന്റെ ചേട്ടനും എന്റെ അനിയത്തിയും കൂടെ കേസ് കൊടുത്തു. അതിനുശേഷം കേസ് മൃദുകുമാർ സാർ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് മുകളിൽ അവൾ പോണത് അവന്റെ വൈഫ് കണ്ട, പ്രതിയുടെ വൈഫ് കണ്ട്. അങ്ങനെ അവൾക്ക് നിറയെ അടി കൊടുത്തിട്ട് അവള് ഗൾഫിൽ പോയി. അതിനുശേഷം വേറെ ഒരു ഇതായിട്ടും ഇല്ല. പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ അവൻ വല്ലതും നടന്നു പോകുമ്പോൾ ചീമചക്കയൊക്കെ വീഴുമ്പോൾ അവിടെ തീ ഇടണത് അവന് പ്രശ്നമായിരുന്നു. അങ്ങനെ കുറെ വഴക്കുകൾ പറയും അമ്മ. അങ്ങനെയാണ് ലാസ്റ്റായിട്ട് വഴക്ക് നടന്നത്. വേറെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ മുകളിലത്തെ അവളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മ 2-3 പ്രാവശ്യം കണ്ടുകൊണ്ടൊക്കെ വന്നു. അങ്ങനെ പ്രതികാരമാണൊന്നും അറിഞ്ഞില്ല. അവന്റെ പേര് പോലും പക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു, 1 വർഷത്തിന് മുൻപ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അമ്മായി അപരാധം പറഞ്ഞു എന്നുള്ള പേരിൽ അവന്റെ പേരെ പറഞ്ഞുകൂടായിരുന്നു. അമ്മായിയുടെ പേരിലാണ് കേസ് കൊടുത്തിരുന്നത്. അപ്പൊ അവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കി. ഇനി അപരാധം പറയൽ മുകളിലുള്ളവരോടാണ് അവൻ പോണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഒരു ബന്ധവും അവനുമായിട്ടും ഇല്ല. നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിലെ എന്റെ അച്ഛൻ 5 വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഞങ്ങൾക്ക് 5 വയസ്സായിരുന്നപ്പോൾ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയാണ്. എന്നിട്ട് ഇതുവരെയ്ക്ക് എൻ്റെ അമ്മ തെറ്റായിട്ടുള്ള രീതിയിൽ ഒരിടത്തും പോയിട്ടില്ല. എങ്കിൽ നേരത്തെ പോവായിരുന്നു. 23 വർഷമായി. എന്നിട്ട് ഇതുവരെയ്ക്ക് എൻ്റെ അമ്മ തെറ്റായിട്ടുള്ള വഴിയിൽ പോകില്ല. ഞങ്ങളും കുടുംബം എന്നുള്ള വീടേ എന്ന് പറഞ്ഞ അമ്മ എവിടെ പോയാലും തിരിച്ചു വരും. ഇല്ല, എന്നെ വിളിച്ചത് 8 മണിയായപ്പോഴാണ്. അമ്മ ഇതുവരെയ്ക്കും വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് അനിയത്തിയെ തലേ ദിവസം വിളിച്ചിരുന്നു, എന്നെ അന്ന് വിളിച്ചില്ല. പിന്നെ അന്ന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ അന്ന് രാത്രി കേസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടെ നോക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് പിന്നെ നോക്കാന്ന് പറഞ്ഞു. പിന്നെയാണ് 10 മണിക്ക് പിറ്റേ ദിവസം രാവിലെ പോയി. അമ്മ 10 മണി നോക്കിയിട്ടും കണ്ടില്ല. എന്നിട്ട് കേസ് കൊടുത്തത്. ഇല്ല, ആ പ്രതിയുടെ അമ്മായി എന്ന് പറയണവരെയും കൂടെ ചോദ്യം ചെയ്യണം. ഇതുവരെയ്ക്കും അമ്മായിയെ ചോദ്യം ചെയ്തില്ല. അമ്മായിയാണ് അവിടെ അച്ഛനെ അറിയിച്ച് സ്റ്റേഷനിൽ അറിഞ്ഞെന്നാണ് പറയണത്. അവരെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അമ്മയെ 4 ദിവസം വീട്ടിൻ്റെ അകത്ത് വെച്ച് ക്രൂരമായി അവര് ഉപദ്രവിച്ചപ്പോഴും ഇവരൊന്നും കണ്ടില്ലെന്ന് പറയണത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്യണം. എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. 8 മാസം മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ അവരങ്ങ് തീർത്തു. അതിനുശേഷം ഒരു പിണക്കവും ഇല്ല. അപ്പൊ ഉരുപ്പടി കരുതി അവർ തട്ടിക്കൊണ്ട് പെയ്യെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് യാതൊന്നും. ഇപ്പോൾ ഈ പ്രിയമത ആഭരണം ധരിച്ചിരുന്നു, ആഭരണം കാണാനില്ല എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട്. ശരിക്കും ധരിച്ചിരുന്നു ആ ദിവസം? ഇല്ല, എവള അങ്ങനെ നീ അമ്മ നല്ല ക്ലാമർ തന്നെ. നീ
ഈ പിള്ളേർക്ക് 8 വയസ്സായപ്പോൾ ഞമ്മ ഇട്ടിട്ട് പോയപ്പോൾ നമ്മളെല്ലാം കൂടി തിന്നാൻ കൊടുത്താണ് ഈ 2 മക്കളെ വളർത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനാണെന്നും ചെയ്തു കൊടുക്കുന്നത്, അല്ല വേറെ അവിടെ ആരുമില്ല. ഞാൻ മാത്രമാണ് വന്ന് ഇവരെ കല്യാണം നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു, അല്ല വേറെ ഇവിടെ ആരും നമ്മളെ കുടുംബത്തിനകത്ത് ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഈ 4 പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ എന്തെങ്കിലും വന്ന് ചെയ്ത് തന്നാൽ മാത്രമേ അവർക്കുള്ളൂ. ഞാൻ ഒരു പാവപ്പെട്ട നമ്മാട്ടുണ്ട് കണ്ട കൈയുണ്ട്. ഈ വിനോദ് എന്ന് പറയുന്ന ആളെ ചേട്ടൻ അറിയില്ലേ? അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഒന്ന് കാര്യങ്ങളൊന്നും നടത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മക്കളെ വല്ല മാറ്റി കൊടുത്തിട്ട് ഞാൻ പോകണം. അല്ല എനിക്ക് ഒരു കാര്യമാണ് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഈ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇന്നും ഒരിക്കും പെട്ടിട്ടില്ല. അവൾ അങ്ങനെയുള്ള ഒരു അയക സ്വഭാവം ഈ കൊച്ചുങ്ങളെ ഇത്രയും വളർത്തിയെടുക്കാൻ പറ്റും, ഇത്രയും കൊച്ചുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. കാണാതായ ദിവസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായോ? ഇല്ല കൂട്ടാ, ഞാൻ വന്നില്ല. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ അന്ന് വൈകുന്നേരം വന്നിട്ട് ഇവളെ മിസ്സായെന്ന് 8 മണിക്കുള്ള മിസ്സാവണ് എനിക്ക് വന്ന് കാണാൻ പറ്റില്ല. ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് യാതൊരു രേഖയുമില്ല. ഞാൻ അവിടെ വന്ന് എൻ്റെ ചേട്ടത്തെ വിളിച്ചെന്ന് എൻ്റെ ഒരു അമ്മയെ പോലെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു അമ്മയുടെ ഒരിതാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ ചേട്ടത്തെ വിളിച്ചപ്പം അവളവിടെ കാണാനില്ല. എൻ്റെ ചേട്ടത്തി അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടത്തി അമ്മയാണ്. നീ എൻ്റെ വീട്ടിൽ ഓണത്തിന് കാര്യം വാങ്ങിച്ചുകൊണ്ട് വരും, നമ്മളെ വീട്ടിൽ വരെയും അവളെ എന്നെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം. മനസ്സിലെ നമ്മൾ ഒരുമിച്ച് ചോറ് കഴിക്കുകയും എല്ലാം നമ്മളെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു അവതാരം നമ്മൾ എൻ്റെ ഭാഗത്ത് ഒന്നുമില്ല. മരണം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വൈകുന്നേരമല്ല, ഇന്നലെ ഞാൻ അവിടെ ഒരു 10-10:30 ആയപ്പോ. ഇല്ല, ഞാൻ ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ 2 പോലീസുകാരന്മാർ വന്ന് എന്നെ അടിച്ചിട്ട് പിടിക്കുന്നു. ഞാൻ ഇത് അറിയണേ. പ്രതി അവിടെ ഉണ്ട്. 2 പേരെ അവിടെ വെച്ച് തന്നെ പിടിച്ചു. അവർ കൊണ്ടുപോയി. ഒരു പ്രതിയുടെ കാര്യം മാത്രമേ അവർക്ക് വെളിയിട്ടു. അത് ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ ഇവിടെ ഉണ്ട്. അത് ശ്രദ്ധപ്പെട്ടില്ല. ഒന്നര സെന്റ് ഇളയുടെ മൂത്ത മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ വീട്ടിലെടുത്താണ് താമസം. അപ്പോൾ ഇവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നുമില്ല.